ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു സനാസ് യൂട്യൂബ്സ്. അടുത്ത LP UP എക്സാമുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒത്തിരി പേരെ സംശയമാണ് അടുത്ത LP UP എക്സാമിന് വേണ്ടിയിട്ട് ഇപ്പോൾ തന്നെ പഠിച്ചു തുടങ്ങണോ എന്നുള്ളത് അല്ല. തീർച്ചയായിട്ടും നിങ്ങൾ ഇപ്പോൾ തന്നെ പഠിച്ചു തുടങ്ങണം. കാരണം ഓരോരോ വർഷം കഴിയുമ്പോഴും BEd കഴിഞ്ഞിറങ്ങുന്നവരുടെ എണ്ണം കൂടുന്നു, അതുപോലെ തന്നെ കേട്ടിട്ട് എഴുതി ക്വാളിഫൈ ചെയ്ത ആളുകളും കൂടുന്നുണ്ട് അല്ലേ. അതുകൊണ്ട് തന്നെ നിങ്ങൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം, നമ്മുടെ LP UP 2027 ആകുമ്പോഴേക്കും നമ്മുടെ കോമ്പറ്റീഷൻ ഒന്നും കൂടി ടഫാകും. അതുകൊണ്ട് തന്നെ ഒത്തിരി പേര് കേട്ടിട്ടെല്ലാം ക്വാളിഫൈ ചെയ്ത് ഇപ്പോൾ തന്നെ പഠനം സ്റ്റാർട്ട് ചെയ്ത ആളുകളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, നന്നായിട്ട് തന്നെ ആ എക്സാമിന് വേണ്ടി ഫോക്കസ് ചെയ്ത് പഠിക്കുക കേട്ടോ. അപ്പോൾ നോട്ടിഫിക്കേഷൻ വരാൻ വേണ്ടി കാത്തിരിക്കേണ്ട കാര്യമില്ല. നോട്ടിഫിക്കേഷൻ വന്ന് പഠിക്കാമെന്നൊക്കെ വെച്ച് കഴിയുമ്പോഴേക്കും നമ്മൾ പഠിച്ച് എത്താൻ പറ്റാത്ത രീതിയിലാവും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, പഠിച്ച് തുടങ്ങണം കേട്ടോ. ഇതിന് സിസ്റ്റമാറ്റിക്കായിട്ട് പഠിച്ചു പോവാം. പിന്നെ എങ്ങനെ പഠിക്കണം, അതായത് നമുക്കറിയാം നമുക്ക് ഇപ്പോൾ നിലവിലൊരു സിലബസ് ഉണ്ട്. അപ്പോൾ ആ ഒരു സിലബസ് വെച്ചിട്ട് തന്നെയാണ് കേട്ടോ എല്ലാവരും പഠിക്കുന്നത്. അപ്പോൾ ആ ഒരു സിലബസ് ബേസ്ഡ് ആയിട്ട് തന്നെ നിങ്ങൾ പഠിച്ചു പോവുക. അതുപോലെ തന്നെ അടുത്ത മാറ്റം എന്ന് പറയുന്നത് നമ്മുടെ SCERT പാഠപുസ്തകത്തിൽ വന്ന മാറ്റമാണല്ലോ. അപ്പോൾ നമുക്കറിയാം LP UP എക്സാമിന് അല്ലെങ്കിൽ ഏതൊരു PSC പരീക്ഷയ്ക്കും നമ്മുടെ SCERT പാഠഭാഗങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. അപ്പോൾ നമ്മുടെ LP UP എക്സാമൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് SCERT പാഠഭാഗങ്ങൾ. അപ്പോൾ നമ്മുടെ SCERT പാഠഭാഗങ്ങളെല്ലാം മാറിയിട്ടുണ്ട് അല്ലേ. കഴിഞ്ഞ വർഷവും മാറിയിട്ടുണ്ട്, ഇപ്രാവശ്യവും മാറുന്നുണ്ട് അല്ലേ. പുതിയ ടെക്സ്റ്റ് ബുക്കുകളൊക്കെ വന്നു എന്നൊക്കെ വാർത്തകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, ഇനി പുതിയ SCERT പാഠഭാഗങ്ങൾ പഠിക്കണം കേട്ടോ. അപ്പോൾ അതും ഒന്ന് നമുക്കറിയാം പഴയതിൽ നിന്നും വെച്ച് നോക്കുകയാണെങ്കിൽ കുറേ എക്സ്ട്രാ ഇൻഫർമേഷൻസ് എല്ലാം പുതിയ ടെക്സ്റ്റ് ബുക്കിൽ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നിട്ടുണ്ട്. സോ പുതിയ SCERT പാഠഭാഗങ്ങളും കൂടി നിങ്ങൾ പഠിച്ച് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ പഠനം സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ കറക്റ്റായി നിങ്ങളുടെ ആ ഒരു LP UP എക്സാം നോട്ടിഫിക്കേഷൻ വരുമ്പോഴേക്കും നിങ്ങൾ ഒരു സെക്ഷൻ ഓരോന്നോരോന്ന് കംപ്ലീറ്റ് ചെയ്യുക. അതായത് SCERT പാഠഭാഗങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് പഠിച്ചു വയ്ക്കുക. പിന്നെ നിങ്ങൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസിനൊപ്പം തന്നെ നമ്മൾ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോൾ കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന എല്ലാ പരീക്ഷകളുടെയും ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഒന്ന് അനലൈസ് ചെയ്യുക കേട്ടോ. ക്വസ്റ്റ്യൻ പേപ്പറിലൂടെയൊക്കെ ഒന്ന് കടന്നു പോവുക. പുതിയ ക്വസ്റ്റ്യൻസൊക്കെ നിങ്ങൾ മനസ്സിലാക്കുക. നമ്മുടെ എക്സാം പാറ്റേണൊക്കെ ഒന്ന് മനസ്സിലാക്കുക ഒക്കെ ചെയ്യുവാണെങ്കിൽ തീർച്ചയായിട്ടും എക്സാം ആകുമ്പോഴേക്കും നമ്മുടെ നോട്ടിഫിക്കേഷൻ വരുമ്പോഴേക്കും തന്നെ നിങ്ങൾ അത്യാവശ്യം നല്ല രീതിയിൽ പ്രിപ്പയർഡ് ആയിട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ ഒട്ടും മടി വേണ്ട. തീർച്ചയായിട്ടും നിങ്ങൾ LP UPക്ക് വേണ്ടി ശ്രമിക്കുന്നവരാണെങ്കിൽ നന്നായിട്ട് തന്നെ ഹാർഡ് വർക്ക് ചെയ്ത് ഇപ്പോഴാണ് നമുക്ക് അത്ര ഹാർഡ് വർക്ക് ചെയ്യേണ്ട കാര്യമില്ല. കാരണം വെച്ചാൽ നമുക്ക് അത്യാവശ്യം നല്ല സമയമുണ്ട്. സോ കുറച്ചായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കംപ്ലീറ്റ് ചെയ്യാം. പ്രോപ്പറായിട്ട് റിവൈസ് ചെയ്യുക. പഠിച്ച കാര്യങ്ങൾ എന്ത് ചെയ്യുക, പ്രോപ്പറായിട്ട് റിവൈസ് ചെയ്യുക. ഏത് ഭാഗത്താണോ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് ബുദ്ധിമുട്ട് തോന്നുന്നത് ആ ഒരു ഭാഗം, ആ ഒരു ടോപ്പിക്സൊക്കെ നിങ്ങൾ ഒന്നും റിപ്പീറ്റ് ചെയ്ത് പഠിക്കാൻ നോക്കുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോൾ ഒത്തിരി പേർക്ക് മിസ്റ്റേക്ക് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുക. എവിടെയാണോ നമുക്ക് മാർക്ക് പോകുന്നത് അല്ലെങ്കിൽ നെഗറ്റീവായിട്ട് വരുന്നത് എന്നൊക്കെ നോക്കിക്കൊണ്ട് നിങ്ങൾ കാര്യങ്ങൾ നിങ്ങളുടെ ഒരു രീതിക്ക് തന്നെ പഠനം മുന്നോട്ട് കൊണ്ടുപോകുക കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ടഫായിട്ടുള്ള ഏരിയാസ്, ഇനിയിപ്പോൾ സൈക്കോളജി ആയിക്കോട്ടെ അല്ലെങ്കിൽ ബാക്കി ഇംഗ്ലീഷ് ആയിക്കോട്ടെ, ഏതാണോ അതൊക്കെ നിങ്ങൾ തന്നെ സ്വയം കണ്ടെത്തിക്കൊണ്ട് അതിലേക്ക് കൂടുതൽ സമയമൊക്കെ സ്പെൻഡ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, മുന്നോട്ട് പോവുക. അതുപോലെ തന്നെ കഴിഞ്ഞ LP UP എഴുതി കിട്ടാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾക്ക് എവിടെയാണ് തെറ്റുപറ്റി പോയത് അത് നിങ്ങൾ തന്നെ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അത് നിങ്ങളൊന്ന് ക്ലിയർ ചെയ്യുക. അപ്പോൾ അടുത്ത LP UP കിട്ടുമെന്ന് വിശ്വാസത്തോടു കൂടി നമ്മൾ ഡെസ്ക് പഠിക്കാതെ തന്നെ പോയല്ലോ എന്ന് വിചാരിച്ചാൽ പക്ഷേ മേ ബി 1 മാർക്ക് 2 മാർക്കിനൊക്കെ റാങ്ക് ലിസ്റ്റിൽ നിന്നും കിട്ടാതെ പോയവരൊക്കെ ഉണ്ട് അല്ലേ, ലിസ്റ്റിൽ വരാത്തവരൊക്കെ ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ വിഷമിക്കേണ്ട. ഇനിയുള്ള എക്സാം നിങ്ങൾ നല്ല രീതിയിൽ ഫോക്കസ് ചെയ്യുക. മറ്റു പരീക്ഷകളൊക്കെ നിങ്ങൾ കൂടെ തന്നെ എഴുതുന്നുണ്ടാവും അല്ലേ. അതുപോലെ തന്നെ അങ്ങനെ എഴുതുന്ന സമയത്തിന് നിങ്ങൾക്ക് നിങ്ങളുടെ നോളേജ് അപ്ഡേറ്റ് ആയിക്കൊണ്ടേ ഇരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ ടെൻഷനൊന്നും അടിക്കാതെ തന്നെ സിസ്റ്റമാറ്റിക്കായിട്ട് LP UP എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക. റിവിഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ പഠിച്ച കാര്യം പ്രോപ്പറായിട്ട് റിവൈസ് ചെയ്താൽ മാത്രം നമ്മുടെ മനസ്സിൽ നിൽക്കത്തുള്ളൂ. കാരണം നമ്മുടെ എക്സാം വരെ നമുക്ക് അത് കറക്റ്റായിട്ട് റിട്ടേൺ ചെയ്ത് കൊണ്ടുപോകണമെങ്കിൽ എന്താണ്, നന്നായിട്ട് പ്രോപ്പറായിട്ട് റിവൈസ് ചെയ്യുക. കുറേ ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ കിട്ടുന്ന സമയമൊക്കെ വർക്കൗട്ട് ചെയ്ത് നോക്കുക. നമ്മുടെ പുതിയ പാറ്റേൺ PSCയുടെ പാറ്റേൺ ഇപ്പോൾ നടക്കുന്ന പരീക്ഷകളെല്ലാം ക്വസ്റ്റ്യൻ പേപ്പർ എപ്പോഴും നോക്കിക്കൊണ്ടേ ഇരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഐഡിയ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് പഴയ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന എക്സാം 2027 നടക്കാൻ പോകുന്നത്. സോ അതുവരെയുള്ള എക്സാംസ് എല്ലാം നിങ്ങൾ എന്ത് ചെയ്യണം, അതൊക്കെ ഒന്ന് നോക്കി പോകണം കേട്ടോ. അപ്പോൾ നന്നായിട്ട് തന്നെ LP UP എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനലിൽ LP UP സിലബസ് ബേസ്ഡ് ക്ലാസ്സസ് എല്ലാം ചെയ്യുന്നുണ്ട്. വേണ്ട ഒരു പ്ലേലിസ്റ്റ് നോക്കുക. അതുപോലെ തന്നെ നമ്മുടെ LP UPയുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ്സ് എല്ലാം ചാനലിലൂടെ അറിയിക്കുന്നതായിരിക്കും. കീപ് വാച്ചിങ്. താങ്ക് യു.